വോട്ടിംഗ് മെഷീൻ തകരാറായതിനെ തുടർന്നാണ് ഈ കടലുണ്ടി LP സ്കൂളിൽ വോട്ടിംഗ് ആരംഭിക്കാൻ കഴിയാതെ പോയത്. പകരമെത്തിച്ച വോട്ടിംഗ് മെഷീനും തകരാറായി എന്നാണ്. ആദ്യം ഒന്ന് തകരാറായി, പിന്നെ അത് റിപ്പീറ്റ് ചെയ്തു. പുതുതായി കൊണ്ടുവന്ന മെഷീനും തകരാറായി. അപ്പോൾ തകരാറോടെ തകരാറ്. നിഖിൽ പരമേഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. നിഖിൽ, ഇതെന്താ പ്രശ്നം? ഇത് കോഴിക്കോട് കടലുണ്ടി പഞ്ചായത്തിലെ 16-ാം വാർഡ് ഉൾപ്പെടുന്ന മേഖലയാണ്. ഈ കടലുണ്ടി LP സ്കൂൾ ആണത്. ഈ സ്കൂളിലാണ് പോളിംഗ് ഇതുവരെ ആരംഭിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഞാൻ കൂടി വോട്ട് ചെയ്യേണ്ട ഒരു സ്കൂളാണിത്. ഞാൻ വോട്ട് ചെയ്യാൻ ചെന്നപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ തകരാറിലായിരുന്നു. തുടർന്ന് മടങ്ങി പോന്നു. എന്നാൽ ഇതുവരെ അവിടെ പോളിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ അറിയിക്കുന്നത്. അവിടെ വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപാടധികം ആളുകൾ അവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം ഒരു മെഷീൻ തകരാറിലായതിനെ തുടർന്ന് കോഴിക്കോട് നിന്ന് രണ്ടാമത്തെ മെഷീൻ അവിടേക്ക് എത്തിച്ചു. അപ്പോഴും പക്ഷേ വോട്ട് രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആ മെഷീനും തകരാറിലാണ്. ഇപ്പോൾ അടുത്ത മെഷീൻ എത്തിച്ച് ഉടൻ തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുമെന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിരാവിലെ വോട്ട് ചെയ്ത് മടങ്ങാൻ വേണ്ടി എത്തിച്ചേർന്ന ആളുകളൊക്കെ നിരാശരായി മടങ്ങുകയാണ് ഉണ്ടായത്. എന്തായാലും ഉടൻ പോളിംഗ് ആരംഭിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഓക്കെ, താങ്ക് യു നിഖിൽ പരമേഷ്. ഇപ്പോൾ ഐഷുത്തുൽ ഷംന ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP കാസർഗോഡ് വോട്ട് ചെയ്യാൻ എത്തുന്നതിൻ്റെ ദൃശ്യമാണ് കാണുന്നത്. കാര്യം വോട്ട് ചെയ്തതിനു ശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കാണും. ഈ അടുത്ത ദിവസങ്ങളിലായി പൊട്ടിത്തെറിക്കുന്ന നാവായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നാവ് മാറിയിട്ടുണ്ട്. നാവിലെപ്പോഴും സരസ്വതി വിളയാടുന്ന നാവാണ് അദ്ദേഹം എന്ന് ആളുകൾ പറയാറുണ്ട്. ഇപ്പോൾ ഐഷുത്തുൽ ഷംന ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നു. പാലക്കാട് കാഞ്ഞിരത്ത് 6-ാം വാർഡിലെ 1-ാം ബൂത്തിൽ പോളിംഗ് ഉദ്യോഗസ്ഥന് മദ്യപിച്ച് എത്തി എന്നുള്ളതാണ്. ഈ ഉദ്യോഗസ്ഥനെ മാറ്റി പകരം മറ്റൊരാളെ നിയോഗിച്ചു. അദ്ദേഹം വെള്ളമടിക്കാൻ കണ്ട നേരം കൊള്ളാം ഇലക്ഷനിനിടയിൽ. എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുന്നതിലേക്ക് വടക്കൻ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ ക്യൂവിൽ നിൽക്കുകയാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ദൃശ്യം കാസർഗോഡ് നിന്ന് കാണുന്നതാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.